ഹലോ മൈ ഡിയർ ഗേഴ്സ്, ഞാൻ ഷിഹാബ് വെന്നിയൂർ വീൽ ചെയർ മുസാഫർ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾ പുറത്ത് പോകുമ്പോൾ ഉണ്ടാകേണ്ട സൗകര്യങ്ങളും പോകുന്ന വഴിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പോകേണ്ട സ്പേസ്, വഴികൾ, ഏത് രീതിയിലുള്ള വീൽ ചെയർ, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് ഇതാണ് വീൽ ചെയർ റാമ്പിൻ്റെ വീതി. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു പട്ടിക ഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വീലിൻ്റെ ടയർ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഞാൻ ഇറങ്ങുന്നത്, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ഇറങ്ങുന്നത്, കുറച്ച് ചെരിവുണ്ടെങ്കിലും മെല്ലെ ഇറക്കിയാൽ തന്നെ ഇത് സിമ്പിളായി പരിചയപ്പെടുമ്പോൾ ഇതാ. ഇനി ഇപ്പോൾ ഇവിടെ ലാൻഡിങ് ആയി. ഞാൻ പോണ വഴിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകേണ്ടത്. എൻ്റെ വീടിൻ്റെ പുറകെ വശത്തു കൂടിയാണ്. ഗൈസ്, അപ്പോൾ വീൽ ചെയറിലുള്ളവരെ സംബന്ധിച്ച് പിന്നെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് ഒരു പക്ഷേ പുറത്തിറങ്ങാൻ അവസരം കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമാണ്, എല്ലാവരും വീട്ടിനുള്ളിലിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു വളർച്ചയുള്ള സമയമാണ്, വണ്ടി നനയാൻ പാടില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ മഴയില്ല. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ആണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരേണ്ടത്. ചെറിയ റെഡിയായി ഫോൺ. ലൈറ്റ് വെയ്റ്റ് വീൽ ചെയറിലുള്ളവർ ഇങ്ങനത്തെ ടാസ്ക് ഒന്നും ഏറ്റെടുത്ത് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുക. കോൺക്രീറ്റ് റോഡാണ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് പോണ റൂട്ടാണ്. അപ്പോൾ പുതിയൊരു ആളെ സംബന്ധിച്ച്, പുതിയൊരു വീൽ ചെയർ കിട്ടിയ ആൾ, അതേപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് വീൽ ചെയർ ഉപയോഗിക്കണം. അതിൽ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും ഇതേപോലെ ഇറങ്ങരുത്. കാരണം ഇത് സ്ഥിരം പോയി ശീലമായത് കൊണ്ടാണ്, ഇങ്ങനെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഇതിൽ കൂടി പോകുന്നത്. ചിലപ്പം മറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പോണ റൂട്ട് കാണിക്കാം. അതേപോലെ തന്നെ തിരിച്ച് എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുമ്പോഴതാ. ഇതുപോലെ തിരിച്ച് വീട്ടിലേക്കും പിന്നെ ഇതേപോലെയാണ് വരാറുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെപ്പോലുള്ള വീൽ ചെയറുള്ളവർക്കും മറ്റുള്ളവരൊക്കെ ഇത് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരും.
ബൈ.